ഹായ്, ഞാൻ ശ്രീത്ത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വണ്ടിയുടെ സൗണ്ട് നോക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു സംശയം, അതായത് നമ്മളെ ഷോക്ക് കംപ്ലൈൻറ്റ് ആയാലുള്ള പോലെ ഒരു സൗണ്ട് ആയിരിക്കും. നമ്മൾ എന്താ പറയുക, ഒരു റൈറ്റ് സൈഡിൽ നിന്ന് തന്നെയാണ് സൗണ്ട് വരുന്നത്. ഒരു ടക്ക് 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 സൗണ്ടാണ് വരുന്നത്. അത് റഫ് റോഡിൽ കൂടുതലായിട്ട് പോകുമ്പോഴാണ് സൗണ്ട് കൂടുന്നത്. നോർമൽ റോഡിൽ സൗണ്ട് ഇല്ല. വണ്ടി ജസ്റ്റ് മൂവിങ് ആക്കുമ്പോൾ സൗണ്ട് ഇല്ല. അപ്പോൾ നമുക്ക് സംശയമാണ്. അപ്പം നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നോക്കാം എന്താ കംപ്ലൈൻറ്റ് എന്ന്. बॉडी हीरे का टाइम आएगा। इसमें टच आना है। അപ്പോൾ ഇതിൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ള വെച്ചാൽ എൻജിൻ മൗണ്ടിങ് ആണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. എൻജിൻ മൗണ്ടിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ് സൗണ്ട് കൂടുതലായിട്ട് വരുന്നത്. കാരണം എൻജിന് എന്താ പറയുക, ലോഡ് ചെയ്യുമ്പോഴൊന്നും സൗണ്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ സൗണ്ട് നമ്മളെന്താ പറയുക, ഈ ആക്സിലോട് കൂടിയുള്ള ലോഡ് മുകളിലോട്ടും താഴോട്ടും അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോഴാണ് സൗണ്ട് വരുന്നത്. നമുക്ക് മൗണ്ടിങ് അയച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ये लोग मेरे माउंटेन में कौन सा आएगा ये नहीं इसका खाना है अच्छा जगह ले ये लेगा അപ്പോൾ നമ്മൾ മൗണ്ടിങ് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മൗണ്ടിങ്ങിനകത്ത് കുറച്ച് ലീക്ക് കാണുന്നുണ്ട്. കുറച്ച് ഓയിലൊക്കെ വരും ഇതിൽ. അപ്പോൾ ഓയിലിൻ്റെ എന്താ പറയുക, മൗണ്ടിങ് ബോൾട്ട് റബ്ബർ ഭാഗത്ത് ഫിറ്റ് ചെയ്യുന്ന ഭാഗം ഫുള്ള് ഡാമേജ് ആയിട്ട് ഓയിലൊക്കെ പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും മൗണ്ടിങ് ഒരുപാട് ഡാമേജ് ഉണ്ട്. कैसे है ഇത് കണ്ടാൽ തന്നെ അറിയാം അത് മൗണ്ടിന് എത്രത്തോളം ഡാമേജ് ഉണ്ടെന്ന്.
പിന്നെ ഈ ഒരു പീസ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ആ കണ്ടീഷൻ ആയിട്ടുണ്ട്. ഫുള്ള് മുറിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഓയിലൊക്കെ പുറത്തേക്ക് ലീക്കായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് പുതിയ മൗണ്ടിങ് വന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇതിലുണ്ട് 1575 രൂപയാണ് മൗണ്ടിങ്ങിൻ്റെ വില വരുന്നത്. ഈ മൗണ്ടിങ് 2 ടൈപ്പിലുണ്ടെന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ ഏത് ടൈപ്പാണ് വന്നതെന്ന് അറിയില്ല. ഇത് നമ്മളെ വണ്ടിക്ക് പറ്റിയ മൗണ്ടിങ് അല്ല. ചെറിയൊരു മാറ്റം കാണുന്നുണ്ട്. അപ്പോഴീ മൗണ്ടിങ് എന്തായാലും ചെറിയൊരു മാറ്റമുണ്ട്. അതായത് എൻജിൻ്റെ ഭാഗത്തിടുന്ന ഭാഗത്ത് ചെറിയൊരു മാറ്റം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കറക്റ്റ് സമയത്തിന് നമുക്ക് ഇതേ സെയിം കംപ്ലൈൻറ്റ് ഒരു വണ്ടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൗണ്ടിങ് നമ്മൾ റിട്ടേൺ കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ആ മൗണ്ടിങ് നമ്മൾ ഈ വണ്ടിക്ക് നമ്മൾ ഫിറ്റ് ചെയ്തു. ടയറായിട്ടും പഞ്ചറായപ്പോൾ നോക്കി ടയറിന്റെ ഒരു പ്രശ്നം കാണില്ല. ഒന്ന് കുടുങ്ങിയോ നോക്കി ഈ ഫ്രണ്ട് ഇനിയാണ് വലിയൊരു ടിസ്റ്റ് വരുന്നത്. നമ്മളെ വണ്ടിക്ക് വേണ്ടുന്ന മൗണ്ടിങ് 2300 രൂപയാണ് വില വരുന്നത്. മുന്നേതിന് 1575. ഇതിൻ്റെ വ്യത്യാസം എന്ത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ചെറിയൊരു വ്യത്യാസത്തിനാണ് ഇത്ര റേറ്റ് അധികം വരുന്നത്. അതായത് ഞാൻ ഇപ്പോൾ ഈ പിടിച്ച ഭാഗമില്ലേ, ഈ അലുമിനിയം മോഡൽ ഭാഗത്ത് ഈ പിടിച്ച ഭാഗത്തിനാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. അതിനാണ് ഇത്രയും പൈസ എക്സ്ട്രാ വരുന്നത്. അപ്പോൾ നമുക്കിത് മൗണ്ടിങ് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ മാറ്റിയ 2 മൗണ്ടിങ്. ഇത് 2 മൗണ്ടിങ്ങും ഒരുപാട് കംപ്ലൈൻ്റ് ആണ്. നമ്മൾ ഷോക്ക് പോലെ ഒരു ടക്ക് 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 സൗണ്ടാണ് ഇത് വരുന്നത്. സാധാരണ മൗണ്ടിങ് കംപ്ലൈൻറ്റ് നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഗിയറിലിട്ട് ജസ്റ്റ് ലോഡ് ചെയ്യുമ്പോൾ മൗണ്ടിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സീരിയസ് ആയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റിംഗ് നമുക്ക് ഇത് ഒരെണ്ണത്തിന് 1575, ഒരെണ്ണം 2300 രൂപയാണ്. ഇതിൻ്റെ ചേഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞു നോക്കിക്കോ. ഈ ഒരു സാധനത്തിൽ ഈ ഒരു പീസിൽ ഈ കട്ടിങ് വരുന്ന ഈ ഒരു ഭാഗമില്ല, ഇത്ര ഭാഗം ഇതിൽ കുറച്ച് കുറവ്. അത് മാത്രമേ ഇതിലൊരു വ്യത്യാസമായി കാണുള്ളൂ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ഇതിലാണ് ഇത്രയും റേറ്റിൽ ചേഞ്ച് വരുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ഉപകാരപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.